അതാണ് മുഹമ്മദ്. മുഹമ്മദുൻ ഖുർആനുൻ യംശി ഫിസ്സൂഖി ഫിത്വരീഖി എന്നാണ്. ഖുർആൻ അങ്ങാടിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു മുഹമ്മദ് എന്ന് ആയിഷ പറഞ്ഞതാണ്. ജീവിക്കുന്ന ഖുർആനായിരുന്നു മുഹമ്മദ്. ആ മുഹമ്മദിന്റെ തലത്തിലേക്ക് എത്തലാണ് ഒരു മനുഷ്യന്റെ ജീവിത ദൗത്യം. വെറുതെ ഇത് പറഞ്ഞിങ്ങനെ നടക്കലല്ല, ഇത് ജീവിതത്തിൽ കാണണം. ഒരാളോട് പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി സംസാരിക്കുക, വിനയാന്വിതനാകുക. ഞാൻ റൂമിയുടെ ഒരു തത്വം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നീ വിനയാന്വിതനാവുക, നീ ആകാശത്തോളം ഉയരും. ഇവിടെ കൂടിയ എല്ലാവരേക്കാളും താഴെയാണ് ഞാനെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ അതിനേക്കാളും താഴ്ത്തക്ക് കൊണ്ടുപോകാൻ വേറെ ആരില്ലല്ലോ. പിന്നെ നമ്മൾ എന്നെ അവൻ താഴ്ത്തി എന്ന് പറയുന്നതിന് അർത്ഥമല്ല, ഞാൻ എല്ലാവരേക്കാളും താഴെയാണ്. ഞാനെപ്പോഴും വിചാരിക്കൽ കുറച്ചു കാലമായിട്ട് അങ്ങനെ, ഇവിടെ കൂടിയ ആളുകളെക്കാൾ എല്ലാരേക്കാളും അറിവ് കുറവാണ് എനിക്കത്. പക്ഷെ ഇത് പറയാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം. എല്ലാം അറിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ, നീ ഒരു LKG കുട്ടിയോടൊന്ന് സംവദിക്കുക, അപ്പോൾ അറിയാം നിന്റെ അറിവിന്റെ ആഴം എത്രയുള്ളൂ എന്നുള്ളത്. ഒന്നും അറിയില്ല നിനക്ക്. ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ നിനക്ക് ചിലപ്പോൾ കഴിയില്ല. അത്രയേ ഉള്ളൂ നിന്റെ അറിവ്. ഒരു LKG കുട്ടിയോട് നമുക്ക് സംവദിക്കാൻ കഴിയുമോ? ഇല്ല. ആ കുട്ടി ഒരു വിഷയത്തിന്റെ അർത്ഥം ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയില്ല. ഇന്നലെ പരീക്ഷ ഹാളിൽ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല. പരീക്ഷ ഹാളിൽ ഒരു കുട്ടി ചോദിച്ചു പള്ളിയുടെ ഇംഗ്ലീഷ് എന്താ സാർ, പെട്ടെന്ന് കിട്ടിയില്ല. പിന്നെ പറഞ്ഞ ഇതായിരുന്നു. അത് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു കുട്ടിയെ, ആ കുട്ടിക്ക് അതൊന്ന് പരീക്ഷ എഴുതാനാണ്, അത് ആ വാക്ക് കിട്ടിയ ഒരുപാട് ആശയങ്ങൾ ആ കുട്ടിക്ക് കിട്ടുമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചോദിച്ചതാ. പക്ഷെ അതാണ് നമുക്ക് ഒരു അറിവെന്ന് പറയുന്നത് മഹാസാഗരമാണത്. ആ സാഗരത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. പക്ഷെ കുറച്ചു കാലം മുമ്പ് നമ്മുടെ ധാരണ അങ്ങനെയായിരുന്നില്ല. അങ്ങനെയായിരുന്നില്ല. നമുക്കൊക്കെ അറിയുന്നായിരുന്നു. ഇപ്പൊ ഞാന് ഒരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു 4-5 കൊല്ലം മുമ്പ് എഴുതി വെച്ച പരിഭാഷപ്പെടുത്തി നോക്കി. എടുത്തു നോക്കിയപ്പോ അത് ആരോടും പറയാൻ പറ്റാത്ത പരിഭാഷ, സത്യം പറഞ്ഞു. അപ്പൊ 4 കൊല്ലം മുമ്പുള്ളത് വ്യത്യാസം ഞാൻ പറയുന്നത്. 4 വർഷം മുമ്പ് ഞാനൊരു പരിഭാഷ എഴുതിയിട്ട്, അതിന്റെ മുമ്പ് ഞാനും മുഹമ്മദ് മാഷും 10 വർഷം മുമ്പ്, മൂപ്പര് മരിക്കുന്നതിന് മുമ്പ് 10-15 വർഷം മുമ്പ് ഒരു പരിഭാഷ എഴുതി. അത് 4 വർഷം മുമ്പ് നോക്കിയപ്പോ അത് ഒന്നും പറയാൻ പറ്റില്ല. 4 വർഷം മുമ്പ് ഞാൻ ആസ്ഥാനയെ ബേസ് ചെയ്തിട്ട് ഒരു പരിഭാഷ എഴുതി. ഇന്നത് എടുത്തു നോക്കിയപ്പോഴാണ് ഒന്നുമല്ലാതെ. അപ്പൊ ഇതാ ഞാൻ പറയുന്നത്, അറിവുകൾ എന്ന് പറയുന്നത് അറിവിന്റെ ഒരു എന്താണ് പറയുന്നത്. ആരോ എന്നോട് ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു പക്ഷി മഹാസാഗരത്തിൽ നിന്ന് ഒരു ഇച്ചു ജലം കൊത്തിയെടുത്താൽ എത്രയാ അതിന് പോയത്. ആ അറിവ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് നിരന്തരമായി അറിവുകൾ